സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നേതാക്കൾ തന്നെ നേതൃത്വം നൽകുകയാണ്. പിണറായി വിജയന്റെ വസതിയിലും അതോടൊപ്പം കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വസതിയിൽ, അതോടൊപ്പം കോഴിക്കോട്ട് മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ, അങ്ങനെ 12 ഇടങ്ങളിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുന്നു. ആ റെയ്ഡ് 7 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അതിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. കേരളത്തിൽ നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഇടതുമുന്നണി ആഹ്വാനം നൽകിയിട്ടുണ്ട്. പിണറായി വിജയനും കുടുംബവും തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ തന്നെയാണുള്ളത്. ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ അടക്കമുള്ളവർ ആ വീട്ടിലാണുള്ളത്. അത് പ്രവർത്തകരെ അസ്വസ്ഥരാക്കുകയും അണപൊട്ടിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരിൽ ചിലർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും കോമ്പൗണ്ടിനകത്ത് കേന്ദ്രസേനയ്ക്കെതിരെ ചെരുപ്പും കുപ്പികളും വലിച്ചെറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിധി വിടുന്ന പ്രതിഷേധത്തിൽ ഉടൻ തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരോട് ശാന്തരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൽക്കാലത്തേക്ക് തിരുവനന്തപുരത്തെ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചാലും വരും മണിക്കൂറുകളിൽ അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും പ്രക്ഷോഭങ്ങൾക്കും കേരളം സാക്ഷിയാകും എന്ന സൂചന ഇതിനോടകം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ നൽകിക്കഴിഞ്ഞു. ഏതായാലും എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേ ഹർജി അത് ഹൈക്കോടതി തള്ളിയിരുന്നു. ആ ഹർജിയുമായി എത്തിയത് CMRL MD SN ശശിധരൻ കർത്തയും അതോടൊപ്പം കമ്പനിയിലെ ഉദ്യോഗസ്ഥരുമായിരുന്നു. ഈ ദുരൂഹ ഇടപാടിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാം എന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ തൊട്ടുപിറകെ തന്നെ ED ഒരു പരിശോധനയുമായി ഇറങ്ങിയത്. ഏതായാലും രാഷ്ട്രീയ പകപോക്കലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പോലുള്ള കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ആയുധമാക്കുന്നു എന്ന ആക്ഷേപത്തിന് ഒരിക്കൽ കൂടി ബലം പകരുന്നതാണ് പിണറായി വിജയന്റെ വസതിയിലും മറ്റ് 12 ഇടങ്ങളിലുമായി നടക്കുന്ന റെയ്ഡ് എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ CPM ഉയർത്തിക്കഴിഞ്ഞു. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയും നാളെ ഇടതുമുന്നണി സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം പന്തം കൊളുത്തിയുള്ള പ്രകടനത്തിന് ബ്രാഞ്ച് കമ്മിറ്റി തലത്തിൽ അതുണ്ടാകും. അതോടൊപ്പം തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും CPM ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പിണറായിയെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി. അണികൾ അണപൊട്ടി ഒഴുകുന്ന പ്രതിഷേധത്തിൽ നിയന്ത്രണം വിടാതെ നോക്കാൻ വേണ്ടി നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സംഘർഷത്തിന്റെ വക്കോളം എത്തിയിരുന്നു തിരുവനന്തപുരത്ത് കാര്യങ്ങൾ. തൃശ്ശൂരിൽ നമ്മൾ നേരത്തെ കണ്ടത് ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും വലിച്ചു കീറിക്കൊണ്ട് അണികൾ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതാണ്. ഏതായാലും സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധം കൂടുതൽ കനപ്പിക്കാനും പന്തം കൊളുത്തിയുള്ള പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ബ്രാഞ്ചുകളിൽ രാത്രി പന്തം കൊളുത്തി പ്രകടനങ്ങൾ ഉണ്ടാകും ഇന്ന് വൈകിട്ട്. ഏതായാലും പ്രതിഷേധം കത്തിക്കാൻ ആളിപ്പടർത്താൻ CPM തയ്യാറെടുക്കുന്നു. നേതാക്കൾ, പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളൊക്കെ തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നത് അതിന്റെ സൂചനയാണ്. ഏതായാലും തലസ്ഥാനത്ത് സംഘർഷത്തിന്റെ വക്കോളം എത്തിയ ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ വേണ്ടി നേതാക്കൾ നേരിട്ട് ഇടപെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മുദ്രാവാക്യം വിളികളുമായി ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPMന്റെ പരിപാടിയെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുമുന്നണിയും അതിന്റെ ഭാഗമായി തന്നെ കനത്ത പ്രതിഷേധങ്ങൾക്ക് രൂപപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഡോക്ടർ ഉന്മേഷ്, ഇനി നമുക്ക് വിവിധ ഇടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. കോഴിക്കോട്ട് മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലെ വസതിയിലാണ് ഇന്ന് റെയ്ഡ് നടന്നത്. ഡോക്ടർ ഉന്മേഷ്, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നേരത്തെ വലിയ പ്രതിഷേധം കണ്ടതാണ്. ഇടയ്ക്ക് പ്രവർത്തകർ ആ വീടിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു നമ്മൾ കണ്ടതാണ്. നേതൃത്വം ഇടപെട്ടാണ് കോഴിക്കോട് പ്രവർത്തകരെ ശാന്തരാക്കിയത്. വർഷ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വീടിന് മുൻപിൽ നിന്ന്. വർഷ, പ്രതിഷേധം ശക്തമായി തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നത് PA മുഹമ്മദ് റിയാസിന്റെ വീടാണ്. ഇവിടെ കഴിഞ്ഞ 7 മണിക്കൂറായി EDയുടെ റെയ്ഡ് നടക്കുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ് റെയ്ഡ്. ഈ പ്രതിഷേധവുമായി എത്തിയവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ വീടിനുള്ളിൽ PA മുഹമ്മദ് റിയാസിന്റെ മാതാപിതാക്കളും അതേപോലെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. അവർക്കൊന്നും ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇതറിയാൻ വേണ്ടിയാണ് തങ്ങൾ ഈ വീടിന് ഗേറ്റിന് മുമ്പിലേക്ക് എത്തിയത്. എന്നാൽ പോലീസുകാർ ഇതിനുള്ളിലേക്ക് കയറ്റിവിടുന്നില്ല എന്നുള്ളതായിരുന്നു ഈ എത്തിയ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആരോപണം. വി വസീഫ്, അതേപോലെ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ്, പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടേക്ക് പ്രതിഷേധക്കാർ എത്തിയത്. വന്നപ്പോൾ തന്നെ ഈ ഗേറ്റ് തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും പോലീസുകാർ തടയുകയായിരുന്നു. തുടർന്നാണ് പ്രവർത്തകർ ഈ വീടിന് മുൻപിൽ ഇങ്ങനെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം ആരംഭിച്ചത്. എന്തായാലും നേരത്തെ അരമണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നത് അല്പസമയം കൂടി നോക്കും, അതിനുശേഷവും ഗേറ്റ് തുറന്നില്ലെങ്കിൽ അകത്തേക്ക് തള്ളിക്കറക്കും, പാർട്ടിയുടെ കരുത്തെന്താണെന്ന് തെളിയിക്കുമെന്ന കാര്യമായിരുന്നു. എന്തായാലും ആ പറഞ്ഞ സമയം ഇത് അടുക്കുകയാണ്. ഇനി എന്തായിരിക്കും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം അത്ര വൈകാരികമായ രീതിയിലുള്ള വർഷ, ഏതായാലും അത് തന്നെയാണ്
സംഭവിക്കുന്നത് പലയിടങ്ങളിലും പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അണപൊട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേന്ദ്രസേന അവിടെ നിൽക്കുന്നു, അവർക്ക് നേരെ ചെരുപ്പും കുപ്പികളും വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രതിഷേധം കനപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ തലസ്ഥാനത്ത് കണ്ടു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന 7 മണിക്കൂർ പിന്നിട്ടിട്ടും തുടരുന്നു പലയിടങ്ങളിലും. തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ, കണ്ണൂർ പിണറായിയിലെ വിജയൻ വീട്ടിലുമാണ് പരിശോധന. പിണറായി വിജയനും മകൾ വീണ വിജയനും ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട്. അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കൊച്ചുമകനും അവിടെയുണ്ട്. കനത്ത പ്രതിഷേധമാണ് ആ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ വർഷ ഗിരീഷ് നൽകിയത്. വർഷ പറയുന്നതനുസരിച്ച് അവിടെയും പ്രവർത്തകരുടെ പ്രതിഷേധം അണപൊട്ടുന്ന കാഴ്ച കണ്ടു. റിയാസ് പക്ഷേ കോട്ടുള്ളിയിലെ വീട്ടിലില്ല. 12 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിനോടൊപ്പം CMRL ഓഫീസിൽ MD ശശിധരൻ കർത്തിയുടെ വീട്ടിൽ ED പരിശോധന നടക്കുന്നുണ്ട്. CMRL എക്സാലോജിക് കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പെട്ടെന്നുള്ള റെയ്ഡ്. ED അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് കേസുകളിലെ EDയുടെ അന്വേഷണത്തിനെതിരെ ഇന്നലെ ഹൈക്കോടതി നൽകിയ ഹർജി തള്ളിയ സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഉടൻ തന്നെ ഒരു റെയ്ഡ് വന്നിരിക്കുന്നത്. ഏതായാലും ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള തയ്യാറെടുപ്പിലേക്ക് CPM നടന്നു കഴിഞ്ഞു. അതിന്റെ പ്രത്യക്ഷമായ സൂചനകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ കാഴ്ചകൾ. അതൊരിടത്തും മങ്ങിപ്പോയിട്ടില്ല, ഒരിടത്തും മുദ്രാവാക്യം വിളി താഴ്ന്നു പോയിട്ടില്ല, ഒരിടത്തും പ്രതിഷേധത്തിന്റെ കരുത്ത് ലൂസായി പോയിട്ടില്ല. എല്ലായിടങ്ങളിലും അതിശക്തമായ പ്രതിഷേധത്തിന് CPM നേതൃത്വം കൊടുക്കുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിന് പിന്നിൽ ED VD കൂട്ടുകെട്ടുണ്ട് എന്ന ആക്ഷേപം ഉയർത്തിയിരിക്കുന്നു. സംസ്ഥാന പോലീസോ ആഭ്യന്തര വകുപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്നത്തെ നീക്കത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് കൈമലർത്തുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുപാട് വിവരങ്ങൾ കേരളത്തിന് അറിയാനുണ്ട്, ഇനിയും ധാരാളം രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് മുൻകൂട്ടി അറിയുകയാണ് ഇപ്പോൾ മാത്യു കൊഴുനാടൻ. ഏതായാലും പിണറായി വിജയനും മകളും ഇത്തവണ കുടുങ്ങും എന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറയുന്നു. അങ്ങനെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംസ്ഥാനത്തെ 12 ഇടങ്ങളിലുള്ള പരിശോധന മാറിക്കഴിഞ്ഞു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിന് CPM തയ്യാറെടുക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷ സൂചനയായി ഈ സമരങ്ങൾ മാറുന്നു, ഈ പ്രതിഷേധ പ്രകടനങ്ങൾ മാറുന്നു, ഈ പ്രക്ഷോഭ പരിപാടികൾ മാറുന്നു. ഇന്ന് ബ്രാഞ്ച് തലത്തിലുള്ള പന്തം കൊളത്തിയുള്ള പ്രകടനത്തിന് CPM നേതൃത്വം നൽകാൻ പോകുന്നു. നേതാക്കൾ എല്ലായിടങ്ങളിലും എത്തി അണികളെ ആശ്വസിപ്പിക്കാനും ശാന്തരാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിണറായി വിജയൻ 7.5 മണിക്കൂറായി അദ്ദേഹത്തിന് വസതിക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അണികളെ ആകെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.